പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 13 ആകയാൽ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 12-13 വാക്യങ്ങൾ. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വന്യ ഗുരുനാഥൻ കൂടിയായ അഭിയൂതനായ ഗ്രിഗോറിയോസ് തിരുമേനി, അഭിയൂതനായ തേവോദോസിയോസ് തിരുമേനി, വന്യ കോറപ്പിസ്കോപ്പ, വന്യ റമ്പാച്ചന്മാരെ, വന്യ വൈദികരെ, കർത്താവിൽ അനുഗ്രഹിതരെ, പരിശുദ്ധനായ പൗലോസ്ലീഹ റോമർക്കെഴുതിയ ലേഖനത്തിലെ ഈ വാക്യങ്ങൾ 2 വിധത്തിൽ നമുക്ക് ജീവിക്കാം എന്ന് പറയുന്നുണ്ട്. ഒന്നാമത് ജഡീകരായി ജീവിക്കാം, 2 ആത്മീകരായി ജീവിക്കാം. എന്നാൽ എനിക്ക് തോന്നുന്നു ഇത് കൂടാതെ മറ്റൊരു വിധത്തിലും മനുഷ്യൻ ജീവിക്കുന്നുണ്ട്. അത് മൃഗീയരായിയാണ്. ജഡത്തിൽ ജനിച്ച് ജഡത്തിൽ ജീവിച്ച് ജഡത്തിൽ കുടുങ്ങി ജഡത്തിൽ ഒടുങ്ങുന്ന മനുഷ്യരാണ് കൂടുതലും. എന്നാൽ അവരിൽ ചിലർ ഉന്നതങ്ങളിലേക്ക് ആത്മീകമായി ഉയരുന്നത് നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ കാലഘട്ടത്തിൽ അധോഗതിയിലേക്ക് പോയി മൃഗീയമായി ജീവിക്കുന്നവരെയും നാം പരിചയപ്പെടുന്നുണ്ട്. പൗലോസ്ലീഹ പറയുന്നു, ജഡീകൻ ജഡത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പ്രവൃത്തി മുഴുവൻ ജഡത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ചായിരിക്കും. അവരുടെ ചിന്തകൾ ഭൂമിയിലുള്ളതിൽ കുടുങ്ങിക്കിടക്കും, സ്വർഗത്തിലേക്ക് ഉയരില്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ജഡത്തിൽ തുടങ്ങി ജഡത്തിൽ കുടുങ്ങി ജഡത്തിൽ അവസാനിക്കുന്ന ജീവിതങ്ങൾ. എന്നാൽ ആത്മീകനെ സംബന്ധിച്ചിടത്തോളം ആത്മാവ് കാണിച്ചു തരുന്ന, ആത്മാവ് പറയുന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. അവരുടെ ചിന്തകളും ബോധവും വിചാരവും ഹൃദയവും ഒക്കെ എപ്പോഴും ഉന്നതങ്ങളിലായിരിക്കും. അവർ ജഡത്തിൽ നിന്ന് ഉയരും. കുറെ കഴിയുമ്പോൾ ജഡം പോലും ശോഭിക്കുവാനായിട്ട് തുടങ്ങും. നമ്മുടെ സഭയുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ ആത്മീകനായി ജീവിച്ച് ഭൗതിക ലോകവാസം പിടിഞ്ഞ് ദൈവസന്നിധിയിലേക്കായിരിക്കുന്ന മൈലപ്ര വന്യനായ മാത്യൂസ് റമ്പാച്ചൻ്റെ ഓർമ്മ പെരുന്നാളിലാണ് നാം സംബന്ധിക്കുന്നത്. ഞാൻ പറയും, മൈലപ്ര മാർ കുറിയാക്കോസ് ആശ്രമം ഒരു സ്ഥലമോ ഒരു കെട്ടിടമോ അല്ല, പിന്നെയോ ഒരു ഇടമാണ്. ഇതൊരു സ്പേസാണ്. ഭൗതികമായ ഒന്ന് നാം കണ്ണുകൊണ്ട് കാണുന്നുണ്ടെങ്കിലും അതിനങ്ങേപ്പുറത്തേക്ക് ഒരു തലത്തിലേക്ക് ഈ മണ്ണിനെയും ഈ പരിസരങ്ങളെയും ഉയർത്തി വന്യനായ മാത്യൂസ് റമ്പാച്ചൻ അത് തൻ്റെ വിശുദ്ധ ജീവിതത്തിലൂടെ അദ്ദേഹം രൂപപ്പെടുത്തിയതാണ്, പവിത്രമാക്കിയതാണ് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ വന്യനായ KM ജോർജ് അച്ഛൻ അടുത്ത കാലത്ത് ഇറക്കിയ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യന് പ്രധാനമായും 4 ഇടങ്ങൾ ഇപ്പോൾ പ്രസക്തമാണ് എന്ന്. അതിൽ ഒന്നാമത്തെ ഇടത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് മെറ്റീരിയൽ സ്പേസ് എന്നാണ്, ഭൗതിക ഇടമാണ്. രണ്ടാമത്തെ ഇടം എന്ന് പറയുന്നത് ബയോളജിക്കൽ സ്പേസ് ആണ്, ഓരോരുത്തരുടെയും ജൈവ ഇടം, ശരീരത്തിൻ്റെ ഇടങ്ങൾ. അദ്ദേഹം പറയുന്നുണ്ട്, ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന മറ്റൊരു പുതിയ ഇടമാണ് ഡിജിറ്റൽ സ്പേസ്. എല്ലാവർക്കും സാമൂഹിക മാധ്യമങ്ങളുടെ അതുപോലെ തന്നെ അതിൻ്റെ ഉപകരണങ്ങളുടെ ഒരിടമുണ്ട്.
എന്നാൽ KM ജോർജ് അച്ഛൻ നമ്മോട് പറയുന്നു, എല്ലാവർക്കും ഉണ്ടാകേണ്ട, എല്ലാവർക്കും ഉള്ള ഒരു സ്പിരിച്വൽ സ്പേസ് ഉണ്ട്, ഒരു വിശുദ്ധ ഇടമുണ്ട്. വിശുദ്ധിയിൽ വളരുന്നവർ കണ്ടെത്തുന്ന ഒരു സ്പേസാണത്. വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാക്കാവുന്ന ഒരിടമാണ് ആ വിശുദ്ധിയുടെ ഇടം. ഞാൻ അതുകൊണ്ട് പറയും, മൈലപ്ര ആശ്രമം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ സ്പേസ് ആണ്, ഒരു ആത്മീക ഇടമാണ്. നമ്മുടെ സഭയുടെ ചിന്തയിൽ, അതിന്റെ ഫിലോസഫിയിൽ, അതിന്റെ തിയോളജിയിൽ സെക്കുലർ എന്നും സ്പിരിച്വൽ എന്നും അങ്ങനെ സെപ്പറേഷൻ ഇല്ല, അങ്ങനെ വ്യത്യാസമില്ല. എല്ലാം ആത്മീകമാണ്, എല്ലാം സ്പിരിച്വലാണ്. എന്നാൽ ചില അനുകൂല സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ ചില ഇടങ്ങൾ, അവിടെ ആത്മീക ഇടം തെളിഞ്ഞു വരികയും നമുക്കത് അനുഭവിക്കുവാൻ സാധിക്കുകയും ചെയ്യും. ആ ആത്മീക ഇടങ്ങളിലേക്കാണ് നാം ഓടിയെത്തുക. ഉദാഹരണം പറഞ്ഞാൽ, എല്ലാ പള്ളികളും കൂദാശ ചെയ്യുന്നതിന് ഒരേ ആരാധനാക്രമവും ഒരേ രീതിയാണെങ്കിലും കുറെ കഴിയുമ്പോഴേക്കും ചില പള്ളികൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു ആത്മീക അനുഭൂതി പ്രദാനം ചെയ്യുന്ന ഇടങ്ങളായി രൂപപ്പെടും. എല്ലാ പള്ളികളും വിശുദ്ധമാണ്, എന്നാൽ ചിലയിടങ്ങൾ നമുക്കത് വല്ലാതെ അനുഭവിക്കുവാൻ സാധിക്കുന്ന ഇടങ്ങളായി രൂപപ്പെടും. അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ്. നമുക്കറിയാം, നാം മൈലപ്ര ആശ്രമത്തിലേക്ക് വരുമ്പോൾ, ഈ ചാപ്പലിലേക്ക് പ്രവേശിക്കുമ്പോൾ, റമ്പാച്ചന്റെ കബറിടത്തിലേക്ക് പ്രവേശിക്കുമ്പോഴൊക്കെ നമുക്ക് വ്യത്യസ്തത അനുഭവപ്പെടുന്നുണ്ട്. പഴയ സെമിനാരി ചാപ്പലിൽ പോയിട്ടുള്ളവർക്കറിയാം, അതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വ്യത്യാസം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. ബദനി ആശ്രമത്തിന്റെ ചാപ്പലിലും പോയിട്ടുള്ളവർക്കറിയാം, പ്രത്യേകിച്ചും ഒറ്റയ്ക്കൊക്കെ ആ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം അറിയാതെ തന്നെ വലിയ അനുഭവങ്ങൾ, അനുഭൂതികൾ, നമുക്ക് വലിയ വാക്കുകളിൽ അവിടെ നിശബ്ദതയിൽ നാം അറിയുന്നുണ്ട് എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് ഞാൻ പറയും, മൈലപ്ര മാർ കുറിയാക്കോസ് ആശ്രമം ഒരു ഭൂപ്രദേശം മാത്രമല്ല, കുറെ കെട്ടിടങ്ങളുള്ള ഒരു സ്ഥലമല്ല, പിന്നെയോ ഇങ്ങനെ ആത്മീയതയിൽ രൂപപ്പെട്ടു വന്ന ഒരിടമാണ്. ആ ഇടത്തിലേക്കാണ് ആശ്വാസം തേടി പ്രാർത്ഥനയോടെ മധ്യസ്ഥത യാചിച്ചുകൊണ്ട് നാം കടന്നു വരുന്നത് എന്നുള്ളത് നാം ഓർക്കണം. ബലഹീനനായ എനിക്ക്, നമ്മിൽ പലർക്കും അറിവുള്ളതുപോലെ, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ മൗണ്ട് ആഥോസ് എന്ന് പറയുന്ന സന്യാസ സമൂഹത്തിൽ ഏതാനും ദിവസങ്ങൾ താമസിക്കുവാനും പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാനും അവസരം ലഭിച്ചിട്ടുണ്ട്. ഗ്രീസിലാണ്. അത് പ്രധാന കരയിൽ നിന്നും മാറി ഏകദേശം ഒരു ദ്വീപ് പോലെയുള്ള ഒരു പ്രദേശത്ത് 20 ആശ്രമങ്ങൾ ഒരുമിച്ച് അതിന് ഒരു സംവിധാനത്തിൽ ആ സഭ ക്രമീകരിച്ചിട്ടുണ്ട്. അതിലൊരു ആശ്രമത്തിൽ പോയി താമസിച്ചു. ദീർഘമായ ആരാധനയാണ്. ഞാൻ താമസിക്കുന്ന സമയത്ത് രാവിലെ 3 മണിക്ക് അവർ ആരാധന ആരംഭിച്ചാൽ ഏതാണ്ട് 8 മണി വരെയും ദീർഘമായ ആരാധനയാണ്. മുഴുവൻ സമയവും ആളുകൾ നിൽക്കുകയാണ്. എനിക്കും ഗ്രീക്ക് അത്ര പരിചയമില്ലാത്തതിനാൽ പ്രത്യേകിച്ച് വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് ഇടയായില്ല. എന്നാൽ അവിടെ ആലപിച്ച ഗാനങ്ങൾ, അവിടുത്തെ പ്രാർത്ഥനകൾ എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും തൊട്ടു എന്നുള്ളത് ഞാൻ സാക്ഷിക്കുകയാണ്. എന്നാൽ അതിനും എത്രയോ മുമ്പ്, ഞാൻ യുവാവായിരുന്ന സമയത്ത് മൈലപ്രായിൽ മാത്യൂസ് റമ്പാച്ചനെ കാണുവാൻ വന്നപ്പോഴൊക്കെ അതുപോലെയുള്ള ഒരു അനുഭവം യുവാവായിരുന്ന എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നാം പലപ്പോഴും മൈലുകൾ താണ്ടി ഇത്തരത്തിലുള്ള ആശ്രമങ്ങളെ കുറിച്ചൊക്കെ യാത്ര ചെയ്യുന്നവരുണ്ട്. അത് നല്ലതാണ്. എന്നാൽ നമുക്ക് നമ്മുടെ സഭയിൽ, നമ്മുടെ ഈ നാട്ടിൽ അതുപോലെ ഇടങ്ങൾ ഉണ്ട് എന്നുള്ളത്, അതുപോലെയുള്ള ആത്മീക തുരുത്തുകൾ ഉണ്ട് എന്നുള്ളത് വിസ്മരിക്കുവാൻ പാടില്ല. ഓരോ പ്രാവശ്യവും
ഈ ദേവാലയത്തിലേക്ക് വരുമ്പോൾ, യുവാവായിരുന്നപ്പോൾ പല പ്രാവശ്യം റമ്പാച്ചനെ കാണുവാൻ വന്നപ്പോഴും അത്തരത്തിലുള്ള ഒരു ആത്മീക ഇടം എനിക്ക് കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് ഞാനിവിടെ സാക്ഷിക്കുകയാണ്. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ അങ്ങനെ ഈ പ്രദേശത്തെ രൂപപ്പെടുത്തിയതിന്റെ പ്രധാന കാരണം ബഹുമാന്യനായ റമ്പാച്ചന്റെ ജീവിതവും ജീവിതശൈലിയും അനുഷ്ഠാനങ്ങളും ആകുന്നു എന്നുള്ളത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ജീവിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ, അങ്ങനെ ശ്രമിക്കുന്നവർക്ക് ധാരാളം പരീക്ഷണങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും ഒരു സന്യാസിയായി ജീവിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവ ശക്തമായി നേരിടേണ്ടി വരും എന്നുള്ളതിൽ തർക്കമില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് നേരിട്ട പ്രലോഭനങ്ങളെ നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും 3 പ്രലോഭനങ്ങളാണ് കർത്താവിന് ഉണ്ടായത്. ഒന്നാമത് കല്ല് അപ്പമാക്കുക എന്നുള്ള പ്രലോഭനം. രണ്ടാമത്തേത് മുകളിൽ നിന്നും, ദേവാലയത്തിന്റെ മുകളിൽ നിന്നും താഴേക്ക് ചാടുക എന്നുള്ള പ്രലോഭനം. മൂന്നാമത്തേത് നീ എന്നെ കുമ്പിടുക, ഇത് മുഴുവൻ നിന്റേതാകും എന്നുള്ള പ്രലോഭനം. ഈ 3 പ്രലോഭനങ്ങളെ കർത്താവ് അതിജീവിച്ചു. ഞാൻ പറയും, കല്ല് അപ്പമാവുക എന്നുള്ള പ്രലോഭനം സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രസക്തനാകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ടു ബി റെലവന്റ്. നീ എടുത്തു ചാടുക എന്ന് പറഞ്ഞാൽ നീ എല്ലാവർക്കും ദൃശ്യനാവുക എന്നുള്ളതാണ്. ടു ബി സ്പെക്ടാക്കുലർ, എല്ലാവരും കാണട്ടെ നിന്നെ. മൂന്നാമത്തേത് നീ കുമ്പിട്ട് എല്ലാം നേടുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നീ പവർഫുൾ ആകുക, നീ പ്രബലനാവുക എന്നുള്ളതാണ്. എല്ലാ ക്രിസ്തു ശിഷ്യർക്കും നമ്മുടെ ക്രൈസ്തവ ശിഷ്യമാർഗത്തിൽ ഇടറിപ്പോകാവുന്ന, വീണുപോകാവുന്ന 3 പ്രലോഭനങ്ങളാണ് ഇത്. എന്നാൽ ഒരു സന്യാസി ഒരിക്കലും ആഗ്രഹിക്കുവാൻ പാടില്ലാത്ത 3 കാര്യങ്ങളാണ് ഇത്. പ്രസക്തനാവുക, ദൃശ്യനാവുക, പ്രബലനാവുക. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ആശ്രമ പ്രസ്ഥാനങ്ങളൊക്കെ നിന്നുപോയിട്ടുണ്ടെങ്കിൽ, മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാന കാരണം ആശ്രമവാസികൾ പ്രസക്തരാകുവാനും പ്രശസ്തരാകുവാനും പ്രബലരാകുവാനും ശ്രമിച്ചതാണ്. ആ തടങ്കൽ പാറയിൽ തട്ടി ഉടഞ്ഞുപോയതാകാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒരാൾ ആത്മീക പുരോഗതി കൈവരിക്കുമ്പോൾ ഈ 3 കടമ്പകളെയും കടക്കുവാനായിട്ട് സാധിക്കും. വന്ദനായ മാത്യൂസ് റമ്പാച്ചന് അത് കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. താൻ ഒരിക്കലും പ്രസക്തനാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. കൂടെ നിന്നവരൊക്കെ മെത്രാപ്പോലിത്തയാകാനായിട്ട് പ്രോത്സാഹിപ്പിച്ചപ്പോഴും അത് വേണ്ടാന്ന് വെക്കുവാനായിട്ടുള്ള ഒരു മനസ്സ്, ഒരു ധൈര്യം, ആ പ്രലോഭനം എന്ന് കണ്ടതിനെ തരണം ചെയ്യുവാൻ, അതിനോട് നോ പറയുവാനായിട്ടുള്ള ഒരു ശക്തി അദ്ദേഹം ആർജിച്ചിരുന്നു. ദൃശ്യനാകാൻ അദ്ദേഹം ഒരിക്കലും ശ്രമിച്ചിട്ടുണ്ടോ എന്നെനിക്ക് തോന്നിയിട്ടില്ല. പ്രശസ്തിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഇന്ന് അദ്ദേഹം പ്രശസ്തനാണ്. മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രസക്തിയും പ്രശസ്തിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലും അദ്ദേഹം അതിനു വേണ്ടി ശ്രമിച്ചിട്ടില്ല. പ്രബലനാകുവാൻ ഒരിക്കലും അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. ശക്തനാകുവാൻ ഗ്രൂപ്പ് ഉണ്ടാക്കി ആളെ കൂട്ടി ശക്തിപ്രകടനം നടത്തുവാൻ ഒരിക്കലും അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. എന്നാൽ മറുവശത്ത് ആത്മീക കാര്യങ്ങളിൽ കാർക്കശ്യവും നിലപാടുകളുമുള്ള ഒരു വന്യപുരോഹിതനായിരുന്നു വന്യനായ റമ്പാച്ചൻ. ഞാൻ പറയും, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മൈലപ്രായിൽ അദ്ദേഹം സ്ഥാപിച്ച ഈ ആശ്രമം ഒരു പരീക്ഷണശാലയായി, ഇതൊരു ലാബായിരുന്നു. ചെറുപ്പകാലം മുതൽ അദ്ദേഹം തിയറിറ്റിക്കലായിട്ട്, സൈദ്ധാന്തികമായി അദ്ദേഹം പഠിച്ചിരുന്ന പ്രാർത്ഥനയെക്കുറിച്ച്, നോമ്പിനെക്കുറിച്ച്, അനുഷ്ഠാനത്തെക്കുറിച്ച്, ആത്മീകതയെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇവിടെയാണ് എക്സ്പെരിമെന്റ് ചെയ്തത്. ഈ ലാബിലാണ് അദ്ദേഹം അത് പരീക്ഷിച്ചത്. ആ പരീക്ഷിച്ച ലാബിന്റെ പേരാണ് മാർ കുറിയാക്കോസ് ആശ്രമം മൈലപ്ര. നിർഭാഗ്യവശാൽ
നാം ഇന്ന് ഇവിടേക്ക് വരുമ്പോഴും കുറച്ചുകൂടെ ദൂരെ പോകുമ്പോഴും നമ്മൾ ടൂറിസ്റ്റുകളായിട്ടാണ് പോകുന്നത്, പിൽഗ്രിംസ് ആകാറില്ല. വ്യത്യാസമുണ്ട്. OVBSന്റെ ഒക്കെ പ്രോഗ്രാമിനോടനുബന്ധിച്ച് പഴയ സെമിനാരി സന്ദർശനമുണ്ട്, മൈലപ്രായിലും വരുമായിരിക്കാം. പക്ഷേ ടൂർ പോവുകയാണ്. എന്നാൽ ഇവിടേക്ക് വരേണ്ടത് ഞാൻ പറയും പിൽഗ്രിംസ് ആയിട്ടാണ്, തീർത്ഥാടകരായി വരേണ്ടതാണ്. ടൂറിസ്റ്റുകൾക്ക് സംഭവിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളുടെ തൃപ്തി മാത്രമാണ്. തീർത്ഥാടകർക്ക് മാത്രമേ ആനന്ദം ലഭിക്കുകയുള്ളൂ. ടൂർ പോകുമ്പോൾ നമ്മുടെ കണ്ണിന് അതിനെ സംതൃപ്തിപ്പെടുത്തുന്ന കാഴ്ചകൾ, അതുപോലെയുള്ള കേൾവികൾ, അങ്ങനെയുള്ള രുചികൾ, ഇതൊക്കെ നാം ആഗ്രഹിക്കും. പക്ഷേ മൈലപ്ര ആശ്രമം പോലെയുള്ള ഇത്തരം ആത്മീക ഉറവിടങ്ങളിലേക്ക് വരുന്നവർക്ക് ആ മനസ്സെ പാടില്ല, ആ ചിന്തയെ പാടില്ല. പിന്നെയോ നാം വരേണ്ടത് തീർത്ഥാടകരായിട്ടാണ്. അവർക്ക് ലഭിക്കുന്നത് ഉള്ളിലുള്ള ആനന്ദമാണ്. മറ്റേതിന് ഞാൻ പറയും ഹാപ്പിനെസ്സും പ്ലഷറും ഒക്കെ ലഭിക്കും. തീർത്ഥാടകർക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണ് ജോയ്, JOY. അത് ആനന്ദമാണ്. ഞാൻ വിചാരിക്കുന്നു ഈ മാർ കുറിയാക്കോസ് ആശ്രമം അത്തരത്തിലുള്ള ആനന്ദത്തിന്റെ ഉറവിടമാണ്. എന്നോട് പറഞ്ഞത് കുറേയേറെ നേരം പ്രസംഗിക്കണമെന്ന്, പക്ഷേ അധിക സമയം പ്രസംഗിക്കുന്നാലും ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് റംബാച്ചന്റെ മൗനത്തെക്കുറിച്ച് പരാമർശിക്കാതിരിക്കുന്നത് എന്റെ പ്രസംഗത്തോട് ചെയ്യുന്ന, അല്ലെ ഈ ശുശ്രൂഷയോട് ചെയ്യുന്ന അനീതിയാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ആത്മീക തലത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൗനം എന്നുള്ളത്. ഈ കാലഘട്ടത്തിൽ ഭൂരിഭാഗം ആളുകൾക്കും അതിനോട് അലർജിയാണ്. കാരണം നമ്മുടെ കയ്യിൽ ലഭ്യമായ സ്മാർട്ട് ഫോണുകളും മറ്റ് ഗാഡ്ജറ്റ്സും സമൂഹ മാധ്യമങ്ങളിലെ നമ്മുടെ ഇടപെടലുകളുമൊക്കെ മൗനമായിരിക്കുവാനും മിണ്ടാതിരിക്കുവാനും ഒരിക്കലും നമ്മെ സാധിക്കാത്ത വിധം വല്ലാതെ അടിമകളാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പമാണ് എന്നെ പോലെയുള്ളവരുടെ രീതിശാസ്ത്രവും ശരിയല്ല എന്ന് റംബാച്ചൻ പറയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പള്ളിപ്പെരുന്നാളുകളിൽ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾക്കെതിരെ, ശബ്ദ കോലാഹലങ്ങൾക്കെതിരെ ഞാൻ പ്രതികരിക്കുന്ന ഒരാളാണ്. പക്ഷേ എന്റെ പ്രതികരണ രീതി, എന്റെ മെത്തഡോളജി, എന്റെ രീതിശാസ്ത്രം ശരിയല്ലെന്നാണ് റംബാച്ചൻ പറയുന്നത്. കാരണം ഞാൻ ശബ്ദത്തെയും കോലാഹലത്തെയും പ്രതിരോധിക്കുന്നത് ശബ്ദം കൊണ്ടും കോലാഹലം കൊണ്ടുമാണ്. എന്നാൽ ഇവിടെ ശബ്ദത്തെയും ഒരു സംസാര ലോകത്തെയും അദ്ദേഹം പ്രതിരോധിച്ചത് മൗനം കൊണ്ടാണ് എന്നുള്ളതാണ് നാം തിരിച്ചറിയേണ്ടത്. അത് വളരെ എഫക്റ്റീവാണ്. ഈ രീതിശാസ്ത്രം നാമും പരിശീലിക്കേണ്ടത് ആവശ്യമാണ്. ശബ്ദത്തെ കലഹം കൊണ്ടല്ല, പിന്നെയോ ശബ്ദത്തെ മൗനം കൊണ്ട് പ്രതിരോധിച്ച ഒരു മുനിയായിരുന്നു റംബാച്ചൻ. സമാനമായി ചിന്തിക്കാവുന്ന ഒരു ചിന്തയാണ് മഹാത്മാഗാന്ധി ഹിംസയെ പ്രതിരോധിച്ചത് അഹിംസ കൊണ്ടാണ് എന്നുള്ളത്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ്. പലപ്പോഴും നാം പരീക്ഷിച്ച് പരാജയപ്പെടുന്ന മെത്തഡോളജികളിൽ ഇത്തരത്തിലുള്ള ചില മാർഗരേഖകൾ പരിശോധിക്കാവുന്നതാണ് എന്നുകൂടെ എന്നെ ഉൾപ്പെടെ ഓർമ്മിപ്പിക്കട്ടെ. ഇവരൊക്കെ സൃഷ്ടിച്ചത് ഒരു കൗണ്ടർ കൾച്ചറാണ്, ഒരു പ്രതിസംസ്കാരമാണ്. ഈ കാലഘട്ടത്തിന് അതിന് പ്രതി സംസ്കാരമായി നിൽക്കാവുന്ന ഒരു ജീവിത ശൈലിയാണ്. ശരിക്കും പറഞ്ഞാൽ ആ സംസ്കാരം, ആ രീതി എന്ന് പറയുന്നത് പുതിയതൊന്നുമല്ല. ഞാൻ പറയും അത് പഴയതാണ്. ഉറവിടങ്ങളിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് മൗനം എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ രണ്ടാം അധ്യായത്തിൽ യഹോവയായ ദൈവം സൃഷ്ടികർമ്മം ഒക്കെ നിർവഹിച്ചതിന് ശേഷം 7-ാം ദിവസം വിശ്രമിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ശാബതാണ് എന്ന്, അങ്ങനെ ആചരിക്കണമെന്ന് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ 7-ാം ദിവസം ശാബതായി ജോലിയൊന്നും ചെയ്യാതെ ഇരിക്കണം എന്നും നിഷ്കർഷയുണ്ട്. അങ്ങനെയെങ്കിൽ യഹോവയായ ദൈവം ആചരിച്ചതും യഹോവയായ ദൈവം ഇസ്രായേൽ ജനം ആചരിക്കണമെന്ന് പറഞ്ഞതുമായ ശാബത്ത് എന്താണ്?
ഞാൻ പറയും അതൊരു റിട്രീറ്റ് ആണ്, അതൊരു സൈലൻസ് ആണ്. എന്താണ് ആ സൈലൻസിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, അവിടെ സൃഷ്ടിയും സൃഷ്ടികർത്താവും മാത്രം ചേരുന്ന ഒരു ആനന്ദ തലത്തിലേക്ക് ഉയരുന്ന ഒരു ആനന്ദ നൃത്തമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ശബ്ദങ്ങളൊന്നുമില്ലാത്തതിന്റെ കാരണം എന്താണ്? സൃഷ്ടി മറ്റൊരു സൃഷ്ടിയോടും സംസാരിക്കുന്നില്ല. പിന്നെയോ സൃഷ്ടാവുമായി ഉള്ള സംയോഗമാണ്, സൃഷ്ടാവുമായിട്ടുള്ള സംസാരമാണ്. അവിടെ വേറൊന്നിനോടും ശ്രദ്ധിക്കുവാനോ വേറൊന്നിനോടും ബന്ധപ്പെടുവാനോ ചില ആളുകൾക്ക് സാധിക്കാതെ വരുന്നു. വന്ദനായ റമ്പാച്ചൻ അത്തരമൊരു മൗനത്തിലേക്ക് പ്രവേശിച്ച ആളാണ്. സെലിബ്രേറ്റിംഗ് ദ ലൈഫ് വിത്ത് ദ ക്രിയേറ്റർ, സൃഷ്ടാവുമായി ചേർന്ന് ആനന്ദം അനുഭവിച്ച ഒരു മൗനമായിരുന്നു മൈലപ്ര റമ്പാച്ചൻ്റെത് എന്ന് ഞാൻ പറയും. മോശ സീനായി പർവ്വതത്തിലേക്ക് കയറിയതിനു ശേഷം ഇറങ്ങുന്നതിനെ കുറിച്ച് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. മോശ യഹോവയുമായുള്ള സംയോഗത്തിൽ അതിനുശേഷം താഴേക്ക് ഇറങ്ങുമ്പോൾ നാം അവിടെ വായിക്കുന്നത് മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു എന്നുള്ളതാണ്. ജനത്തിന് നോക്കുവാൻ പോലും സാധിക്കാതെ വണ്ണം അതിപ്രകാശമാനമായി തീർന്ന മോശയുടെ മുഖം ഉണ്ടായത്, ഞാൻ പറയും, ഈ യഹോവയായ ദൈവവുമായിട്ടുള്ള ആ സംഭാഷണത്തിന്, ആ സൈലൻസിന് ശേഷം ഇറങ്ങി വന്ന മോശയുടെ മുഖമാണ് പ്രകാശിച്ചത്. പ്രിയമുള്ളവരെ, നാം ശീലിക്കേണ്ടത് ഇതാണ്. ഞാൻ എപ്പോഴും യുവതി യുവാക്കളോട് പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ നിങ്ങളും എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാകാം. നമുക്ക്, ഞാൻ ആമുഖത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, നമ്മുടെ എല്ലാ നിശബ്ദതയും ഭേദിക്കുന്ന, നമ്മെ വല്ലാതെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഈ ശബ്ദകോലാഹലങ്ങൾ, സ്മാർട്ട് ഫോണുകൾ, ഗാഡ്ജറ്റ്സ്, സമൂഹ മാധ്യമങ്ങൾ എന്നിവകളിൽ നിന്നൊക്കെ ഒരു മൗനം പാലിക്കുവാൻ, എന്നിവകളിൽ നിന്നൊക്കെ ഒരു ഉപവാസം പ്രഖ്യാപിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഒരു ദിവസം മുഴുവൻ വേണ്ട, ഒരു ദിവസത്തിന്റെ ഏതാനും മണിക്കൂറുകളെങ്കിലും, അതാണ് ആവശ്യപ്പെടുന്നത്. ഏതാനും മണിക്കൂറുകളെങ്കിലും ഇതൊന്ന് ഓഫ് ചെയ്ത് വെക്കുവാൻ. രാവിലെ എഴുന്നേൽക്കുമ്പോഴേ കുരിശ് വരച്ച് ദൈവമേ എന്ന് പറയുന്നതിന് പകരം ഫോൺ ചാടിപ്പിടിച്ച് എന്ത് മെസ്സേജാണ് വന്നിരിക്കുന്നത് എന്നുള്ള അന്വേഷണത്തിൽ നിന്നെങ്കിലും ഒന്ന് വിമുക്തരാകുവാൻ, ഒന്ന് വിരക്തി പ്രാപിക്കുവാൻ നമുക്കിടയാകുമോ എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ചോദ്യം. ആ മൗനമാണ് ഈ മനുഷ്യനെ ശക്തനാക്കിയത്. ആ മൗനമാണ്, ആ സംയോഗമാണ്, ആ ആനന്ദമാണ് റമ്പാച്ചന്റെ മുഖത്ത് ഇവിടെ വന്നിരുന്നവർ കണ്ടത്. അതുകൊണ്ട് ഈ മൗനം ശീലിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. നമ്മുടെ കർത്താവ് മരുഭൂമിയിൽ യോഹന്നാൻ സ്നാപകനെ കാണുവാൻ പോയവരോട് ചോദിച്ച ഒരു ചോദ്യം സുവിശേഷത്തിലുണ്ടല്ലോ, നിങ്ങൾ എന്ത് കാണുവാൻ പോയി എന്ന്. ഇന്ന് നാം ഈ പെരുന്നാളിൽ സംബന്ധിക്കുമ്പോൾ, ഇത് കഴിഞ്ഞ് മടങ്ങുമ്പോൾ നാം നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. എന്തിനാണ് ഞാൻ മൈലപ്ര ആശ്രമത്തിലേക്ക് പോയത്? ആരെ കാണുവാനാണ്, എന്ത് കാണുവാനാണ് പോയത്? ഞാൻ പറയും, പ്രകാശത്തിൽ കുളിച്ചു നിന്ന, ഇന്നും പ്രകാശം പ്രസരിപ്പിക്കുന്ന ഒരു പുണ്യവാനായ പിതാവിനെ, ആ സാന്നിധ്യത്തിലേക്കാണ് പോകുന്നത്. മടങ്ങിപ്പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറിച്ചിടേണ്ട ഒരേ ഒരു വാക്ക് ഞാൻ വീണ്ടും പറയട്ടെ, ആനന്ദമുണ്ടാകട്ടെ എന്നാണ്. പ്ലഷർ ഉണ്ടാകട്ടെ എന്നുള്ളതല്ല, സന്തോഷങ്ങൾ ഉണ്ടാകട്ടെ എന്നുള്ളതല്ല, പിന്നെയോ ഉള്ളിൽ ഒരാനന്ദം ഉണ്ടാകുവാൻ ഈ വരവും ഈ പെരുന്നാളും നമുക്കിടയാകട്ടെ. ഈ വന്യനായ മാത്യൂസ് റമ്പാച്ചന്റെ ഓർമ്മ ദീപ്തമായിരിക്കട്ടെ. അദ്ദേഹത്തിന്റെ മധ്യസ്ഥത നമുക്കും നമ്മുടെ ഈ നാടിനും നമ്മുടെ സഭയ്ക്കും കാവലും തുണയുമാകട്ടെ. വളരെ സിമ്പിളായി ജീവിച്ച്, എന്നാൽ വളരെ ഉന്നത തലങ്ങളിലേക്ക് തന്റെ ജീവിതത്തെ ഉയർത്തിയ ആ പിതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.